Hello my dear students, welcome back to corporate regulation. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി. 68ാമത്തെ സെഷനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു കമ്പനി എന്ന് പറയുന്നത് നിയമപരമായി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു കമ്പനി. അതുപോലെ തന്നെ ഒരു കമ്പനി എൻഡ് ചെയ്യുന്നതും നിയമപരമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഇല്ലാതായി പോകുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ആ കമ്പനിയുടെ എല്ലാ അസറ്റ്സും റിയലൈസ് ചെയ്ത് അത് മണിയായിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. ആ റിയലൈസ് ചെയ്തിട്ടുള്ള മണി എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റേഴ്സും ഡിബെഞ്ചർ ഹോൾഡേഴ്സും ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയ്ക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു കൺസെപ്റ്റ് ഉണ്ട് വൈൻഡിങ് അപ്പിനെ കുറിച്ചിട്ടുള്ള, അത് പ്രൊഫസർ ഗോവറാണ് പറഞ്ഞിട്ടുള്ളത്. വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സാണ്. അവിടെ നമ്മളുടെ ഒരു കമ്പനിയുടെ ലൈഫ് തീരുകയാണ് ചെയ്യുന്നത്. ഇപ്പം തീരുകയാണ്. അപ്പോൾ ആ സമയത്ത് തീരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സ് ആ തീരുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതിൻ്റെ ക്രെഡിറ്റേഴ്സിനും മെമ്പേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോപ്പറായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു വ്യക്തിനെ നിയോഗിക്കുന്നുണ്ട്. ആ വ്യക്തിയാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. അപ്പം ഈ ലിക്വിഡേറ്റർ എന്ത് ചെയ്യുന്നു, ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനീനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് അതിൻ്റെ എല്ലാ അസറ്റ്സും കളക്ട് ചെയ്ത് അതിനെ റിയലൈസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ എന്തെങ്കിലും കമ്പനിക്ക് കടബാധ്യത വല്ലതുണ്ടെങ്കിൽ ആ ബാധ്യതകളൊക്കെ തീർത്ത്, ഇനി അതിന് സർപ്ലസ് ആയിട്ടുള്ള എമൗണ്ട്, ആ ബാധ്യതകൾ തീർത്ത് കഴിഞ്ഞിട്ട് സർപ്ലസ് ആയിട്ടുള്ള എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ആ കമ്പനിയുടെ ഓരോ മെമ്പേഴ്സും അവരുടെ റൈറ്റ്സ് അനുസരിച്ച് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പം ഈ രീതിയിൽ നമ്മുടെ വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മുടെ അസറ്റ്സിൻ്റെ റിയലൈസേഷൻ ഒരു പ്രോസസ്സാണ്. എന്നിട്ട് അതിൻ്റെ ലയബിലിറ്റി പേയ്മെൻ്റ് ആണെന്നും പറയാം. Okay, that is the process of realization of assets and the payment of liabilities and the distribution of surplus, if any, to the members of the company who have the rights. അപ്പോൾ അങ്ങനെ ഈ വൈൻഡിങ് അപ്പിനെ നമ്മൾ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പാണ്. എങ്ങനെയാണ് കമ്പനീസ് വൈൻഡപ്പ് ചെയ്യുന്നത്? സോ നമുക്ക് രണ്ട് രീതിയിലാണ്. ബൈ ട്രൈബ്യൂണൽ, അത് കമ്പൽസറി വൈൻഡിങ് അപ്പാണ്, ബൈ ദ ഓർഡർ ഓഫ് ദ ട്രൈബ്യൂണൽ, അല്ലെങ്കിൽ വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പം നമുക്കറിയാം, ഈ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലീഗലായിട്ടുള്ള ഒരു സംരംഭമാണ്. നമ്മുടെ കോർട്ട് പോലെ തന്നെ ആക്ട് ചെയ്യുന്നതാണ്. അതിൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അപ്പം ശരിക്കും ഒരു സിവിൽ കോർട്ട് എങ്ങനെ ആക്ട് ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ട്രൈബ്യൂണൽസ് ആക്ട് ചെയ്യുന്നത്. സോ ഈ പറയുന്ന ട്രൈബ്യൂണൽസ് എന്ത് ചെയ്യുന്നു, ഈ ഒരു കമ്പനീനെ കുറിച്ച് പെറ്റീഷൻ കിട്ടിയത് കൊണ്ട് ആ കമ്പനീനെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിക്ക് അതിന് കടബാധ്യത ഉണ്ട്, അത് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല, 1 ലക്ഷം രൂപയിലും കൂടുതൽ കടബാധ്യതയുണ്ട്, അത് അവർക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ട്. ആ രീതിയിലൊരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് 21 ദിവസത്തിന് മുമ്പാകെ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ ട്രൈബ്യൂണലിനെ അറിയിച്ചില്ലെങ്കിൽ ട്രൈബ്യൂണലിൽ എന്ത് ചെയ്യാം, ആ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ പുറപ്പെടുവിക്കാം. അതുപോലെ തന്നെ കമ്പനിക്ക് ഈ പറയുന്ന റിസോൾവ് ചെയ്യാനായിട്ട്, അതായത് ട്രൈബ്യൂണൽസ് വഴി വൈൻഡപ്പ് ചെയ്യാനായിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യലായിട്ടുള്ള റെസൊല്യൂഷൻ ഫോം ചെയ്യാം. അവർക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത് വൈൻഡപ്പ് ചെയ്യണം, അതിനുള്ള ഓർഡർ ട്രൈബ്യൂണൽ തരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ കമ്പനിക്ക് എന്ത് ചെയ്യാം, സപ്പോസ് ഇപ്പോൾ കമ്പനി ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള കമ്പനിയാണ്, അപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന് എഗെയിൻസ്റ്റായിട്ട്, അതുപോലെ നമ്മളുടെ ഇപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ അതിൻ്റെ സ്റ്റേറ്റിന് നിരക്കാത്ത രീതിയിൽ എന്തെങ്കിലും നല്ല ഒരു ഫോറിൻ കമ്പനിയായിട്ട് അതിൻ്റെ നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് സ്പോയിൽ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈബ്യൂണൽസ് എന്ത് ചെയ്യും, നമ്മുടെ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ പുറപ്പെടുവിക്കും. ഇനി നമ്മളുടെ കമ്പനി ഓർഡർ ട്രൈബ്യൂണൽ പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ പറയുന്ന സെക്ഷൻ 258 റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് സിക്ക് കമ്പനീസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് ബാധകമാവില്ല.
അത് വൈൻഡപ്പ് ആവുക തന്നെയാണ് ചെയ്യുന്നത്. റീഹാബിലിറ്റേഷന് അങ്ങനെയുള്ള കമ്പനീസ് പോവില്ല. ഇനി കമ്പനിയുടെ അഫയേഴ്സ് വളരെ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അൺലോഫുൾ ആയിട്ടുള്ള രീതിയിലൊക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നുണ്ടാവും, കമ്പനീനെ നിർബന്ധമായിട്ട് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ടാവും. സപ്പോസ് ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺസ് അടുപ്പിച്ച് 5 വർഷം പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈബ്യൂണൽസ് അത്തരത്തിലുള്ള കമ്പനീനെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ഓർഡർ കൊടുക്കും. പിന്നെ ട്രൈബ്യൂണലിന് തോന്നുകയാണ് ഈ പറയുന്ന കമ്പനി നിലനിന്നിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈബ്യൂണൽസ് അത്തരത്തിലുള്ള കമ്പനിയെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പറയും. ഇനി നമ്മളുടെ വൈൻഡപ്പിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷൻസ് ആർക്കൊക്കെയാണ് കൊടുക്കാൻ പറ്റുക? കമ്പനിക്ക് തന്നെ പെറ്റീഷൻ കൊടുക്കാം. പിന്നെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അവർക്കൊക്കെയും എന്ത് ചെയ്യാം, ഈ പെറ്റീഷൻ കൊടുക്കാം. പിന്നെ കോൺട്രിബ്യൂട്ടറീസ് ഉണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സ് ആണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്, അവർക്കും എന്ത് ചെയ്യാം, പെറ്റീഷൻ കൊടുക്കാം. പിന്നെ ഈ പറയുന്ന മുകളിൽ കമ്പനിയും ക്രെഡിറ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും കമ്പൈൻ ചെയ്തിട്ടും പെറ്റീഷൻ കൊടുക്കാം. കമ്പനിയുടെ രജിസ്ട്രാർക്ക്, കമ്പനി നല്ല രീതിയിലല്ല പോകുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് രജിസ്ട്രാർക്ക് പെറ്റീഷൻ കൊടുക്കാം. ഏതെങ്കിലും ഓതറൈസ് പേഴ്സൺ, സെൻട്രൽ ഗവൺമെൻറ് ബിഹാഫ് ഓതറൈസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള പെറ്റീഷൻ കൊടുക്കാം. ഇനി നമ്മളുടെ രാഷ്ട്രത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിലകൊള്ളുന്ന ഒരു കമ്പനിയാണ്, ആ കമ്പനിയുടെ അങ്ങനത്തെ ഒരു കമ്പനിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആ കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള പെറ്റീഷൻ നമ്മുടെ ട്രൈബ്യൂണൽസിന് കൊടുക്കാം. അപ്പോൾ ട്രൈബ്യൂണലിന് മുമ്പാകെ പെറ്റീഷൻ കൊടുക്കുമ്പോൾ ആ പെറ്റീഷൻ കൃത്യമായിട്ട് അതിൻ്റെ പ്രിസ്ക്രൈബ് മാനറിലും അതിൻ്റെ പ്രിസ്ക്രൈബ് ഫോമിലായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന പെറ്റീഷൻ്റെ ഒരു കോപ്പി ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, രജിസ്ട്രാർക്ക് കൊടുക്കും. രജിസ്ട്രാർ എന്ത് ചെയ്യുന്നുണ്ടാവും, ട്രൈബ്യൂണലിന് മുമ്പാകെ 60 ദിവസത്തിനുള്ളിൽ ഈ പെറ്റീഷൻ്റെ കോപ്പി കിട്ടി 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു, രജിസ്ട്രാറിൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ പെറ്റീഷൻ അനുസരിച്ച് കമ്പനി വൈൻഡപ്പ് ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ട്രൈബ്യൂണൽ തീരുമാനിക്കുന്നത്. സോ ട്രൈബ്യൂണലിൻ്റെ പവർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട് ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പെറ്റീഷൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്മിസ് ചെയ്യാം. അതുപോലെ അത് വേണമെങ്കിൽ ഒരു ഇടക്കാല ഒരു ഓർഡറായിട്ട് വേണമെങ്കിൽ അത് ഫിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ കമ്പനി ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു വൈൻഡപ്പ് ഓർഡർ ആക്കുന്നത് വരെ ഒരു പ്രൊവിഷണൽ ലിക്വിഡേറ്ററിനെ ആ കമ്പനിക്ക് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യാം. അതൊന്നും അല്ലെങ്കിൽ കമ്പനി ട്രൈബ്യൂണൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വൈൻഡിങ് അപ്പിൻ്റെ ഓർഡർ ആ കമ്പനിക്ക് വേണ്ടി വിത്ത് കോസ്റ്റ് അല്ലെങ്കിൽ വിത്തൗട്ട് കോസ്റ്റ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലത്തെ ഓർഡേഴ്സ് പുറപ്പെടുവിക്കാം. സോ നമ്മളുടെ ട്രൈബ്യൂണലിൻ്റെ അടുത്ത് പെറ്റീഷൻ കിട്ടിയ ശേഷം 90 ദിവസത്തിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്, ട്രൈബ്യൂണൽ ഇത്തരത്തിലുള്ള വൈൻഡിങ് അപ്പിൻ്റെ ഓർഡർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ട്രൈബ്യൂണലിന് വേണമെങ്കിൽ ആ വൈൻഡിങ് അപ്പിൻ്റെ ഓർഡർ റിഫ്യൂസ് ചെയ്യാം. കാരണം ആ വൈൻഡിങ് അപ്പിന് പകരം ആ കമ്പനിക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്, റെമഡി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ആ 90 ദിവസത്തിനുള്ളിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കമ്പനി വൈൻഡപ്പ് ചെയ്യാനുള്ള ഓർഡർ നമ്മളുടെ ട്രൈബ്യൂണൽ പിൻവലിക്കുക ചെയ്യുന്നത്. അതുമാത്രമല്ല, ചിലപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അൺനെസസറിലി ആയിട്ടായിരിക്കും ഒരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ടാവുക. കാരണം കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വൈൻഡപ്പ് അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ ശരിയായ രീതിയിൽ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതും കൂടി ഇല്ലെങ്കിൽ മാത്രമേ ട്രൈബ്യൂണൽ എന്ത് ചെയ്യുള്ളൂ, വൈൻഡപ്പിന് പോവുള്ളൂ. വേറെ റെമഡിയൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റെമഡിയൽ ഓപ്ഷൻസിനായിരിക്കും ട്രൈബ്യൂണൽ മുൻതൂക്കം കൊടുക്കുന്നത്. ഓക്കെ, വൺസ് ഇപ്പോൾ നമ്മുടെ ട്രൈബ്യൂണലിന് മുമ്പാകെ ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ, വൈൻഡപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും, കമ്പനീൻ്റെ അടുത്ത് അത് ഒബ്ജക്റ്റ് ചെയ്യാൻ, അത് കമ്പനിയുടെ എതിർപ്പ് തെരിയിപ്പിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് 30 ദിവസത്തിനുള്ളിൽ
ട്രൈബ്യൂണലിന് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറയും അതിൻ്റെ പ്രിസ്ക്രൈബ് മാനറിൽ. അപ്പം അത് മാത്രമല്ല, ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു 30 ദിവസം കൂടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള സർക്കംസ്റ്റൻസസ് ഉണ്ടെങ്കിൽ വീണ്ടും ഒരു 30 ദിവസത്തിൻ്റെ ഇളവ് കൂടി തരുന്നുണ്ട്. സോ ഈ ട്രൈബ്യൂണലിന് മുമ്പാകെ പെറ്റീഷൻ കൊടുക്കുന്ന പെറ്റീഷണർ എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഈ വൈൻഡിങ് അപ്പിൻ്റെ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, അത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ട്രൈബ്യൂണൽ അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ തിരിച്ചു കൊടുക്കുകയോ ചെയ്യുന്നുണ്ടാവും. ഇനി ഇപ്പം വൺസ് ഈ പറയുന്ന പെറ്റീഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ട്രൈബ്യൂണൽ നമ്മുടെ കമ്പനീൻ്റെ അടുത്ത് ഒബ്ജെക്ഷൻ അറിയിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ കമ്പനിയുടെ ഡയറക്ടേഴ്സോ ഓഫീസേഴ്സോ ആ ഒബ്ജെക്ഷൻ അറിയിക്കാനുള്ള ഒരു ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവരെ പണിഷ്മെൻറ്റിന് ലയബിളാണ്. ഓക്കെ, ശരിക്കും ഒരു കമ്പനിയുടെ ഡയറക്ടേഴ്സ് കമ്പനിയുടെ ചിലവിൽ 30 ദിവസത്തിനുള്ളിൽ ഈ കമ്പനിയുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെയും ആ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള നിയോഗിച്ചിട്ടുള്ള ലിക്വിഡേറ്ററിൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതിൽ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഇംപ്രിസൺമെൻറ്റ് 6 മന്ത് വരെയുള്ള ഇംപ്രിസൺമെൻറ്റും ഫൈന് 5,000 തൊട്ട് 5 lakhs വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ സപ്പോസ് ഒപ്പോസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു വൈൻഡിങ് അപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും സ്പെഷ്യൽ കോർട്ടിന് മുമ്പാകെ രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ പ്രൊവിഷണൽ ലിക്വിഡേറ്റർക്ക് അല്ലെങ്കിൽ കമ്പനി ലിക്വിഡേറ്റർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ട്രൈബ്യൂണൽ ഓതറൈസ് ചെയ്യുന്ന പേഴ്സൺസിന് ആ കംപ്ലയിൻറ്റ്സ് അവിടെ ഫയൽ ചെയ്യാവുന്നതാണ്.